ഹായ് എവരിവൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് 2:45 ഞാൻ എണീച്ചാണ് പാല് പമ്പ് ചെയ്യാൻ. ഇപ്പോൾ മോള് രാത്രി എണീക്കാനേയില്ല, അവൾ ഒരു 6 തൊട്ട് 8 മണിക്കൂർ അടുപ്പിച്ച് ഒറ്റ സ്ട്രെച്ചിൽ രാത്രി ഉറക്കാറുണ്ട്. പക്ഷേ എനിക്ക് പാല് പമ്പ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ എണീച്ചായിരുന്നു. എന്നിട്ട് ഇവളെ പാമ്പർ മാറ്റി ഇവളെ ഒന്ന് റെഡിയാക്കി ഉറക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ചോദിച്ചു പറഞ്ഞ് ഇന്ന് മീൻ മേടിക്കാൻ പോകാമെന്ന്. മീൻ പിടിക്കാനും മേടിക്കാനും എന്നൊക്കെ പറഞ്ഞാണ് പോയത്. അങ്ങനെ 4 മണി അടുപ്പിച്ച് പോയി. ഞാൻ പിന്നെ വീടൊക്കെ പോയി പൂട്ടിയിട്ട് വന്ന് കിടന്നപ്പോൾ എനിക്ക് ഉറക്കം വന്നില്ല ആദ്യം കുറച്ച് നേരം. പിന്നെ ഇപ്പം അതാ ഒരു 7 മണി അടുപ്പിച്ച് ലിയാൻ ആദ്യം എണീറ്റ്, രണ്ടാമതികളും എണീറ്റ്. അപ്പോൾ ഞാനൊരു 5 മണി തൊട്ട് 7 മണി വരെ ഉറങ്ങിയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരാൾ പാൽ കുടിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഞാൻ എന്താ താഴെ പോവാം. യോജിപ്പോൾ എത്തും മീനും മേടിച്ചുകൊണ്ട് പോയി നോക്കാം. അമ്മൂമ്മക്ക് എണീച്ചെന്ന് തോന്നുന്നു, കാരണം അമ്മൂമ്മയ്ക്ക് ഇവിടെ ഗിരിജവല്യമ്മയുണ്ട് കൂട്ടിന്. അപ്പോൾ നമുക്ക് താഴെ പോയി നോക്കാം എന്താണ് സിറ്റുവേഷൻ എന്ന്. അങ്ങനെ യോജി എത്തി മീനും കൊണ്ട്. എവിടെ മീന്? ബാക്കി കൂടെ കൊണ്ടുപോയാൽ എന്തൊക്കെ മീൻ കിട്ടി നിനക്ക്? ചൂണ്ടയല്ല, കടയിന്ന്. Papa, I drawed it for you. You drawed something for me? Yes, this. What was that? It's this. Okay, come to the back. Come to the back. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ചായ കൊടുത്തു, ചീസ് കൊടുത്ത പോലെ. ഞാൻ പോയ മീൻ എന്തായാലും നോക്കട്ടെ. എന്ത് മീനാണത്? അടിപൊളി. വേറെന്ത് മേടിച്ച്? ഇത്രയും വലിയ മീൻ വെട്ടി മേടിച്ചു വിടുന്ന ആരും വെട്ടി വിടുക. യെസ്, ഇതാണ് ഞാൻ ചോദിച്ചോണ്ടിരുന്നത്. ഞാൻ അവയെ ഒരു കൊഞ്ച് മേടിച്ചോണ്ട് വരുന്നതാണ്. വെട്ടി പീസ് ആക്കി കൊണ്ടുവരായിരുന്നു. ഞാൻ ഹെൽപ്പ് ചെയ്യാൻ തന്നെ. അങ്ങനെ സമരം ആയതിൻ്റെ ലിയന് സ്കൂളില്ല. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഉണ്ട് PS5 കളിക്കുക. ഇത് അപ്പവും സാമ്പാറും മുട്ടയാണ് നമ്മൾ കഴിക്കുന്നത്. കോഫിയും കൂടി ഉണ്ട്. എടാ, നീ കഴിക്കാൻ വരുന്നില്ല? No school today because there is some kind of strike. Don't cry. No, I promise you. Everyone no school. The bus is not here. ഇതാണ് യോജി മേടിച്ചുകൊണ്ട് വന്ന് കൊഞ്ച്. ഞാൻ പതുക്കെ ഒന്ന് പൊളിച്ച് തുടങ്ങിയായിരുന്നു. എനിക്കിങ്ങനെ ക്ലീനിങ് ജോലിയൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. കൊഞ്ചൊക്കെ കുക്ക് ചെയ്യാൻ എനിക്കറിയാം. പക്ഷെ അപ്പം ഞാൻ എന്താ പെട്ടെന്ന് ഇവിടെ കൊഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കൊഞ്ചിൻ്റെ ഇത് ക്ലീൻ ചെയ്യുക. ക്ലീനിങ് ഞാൻ ചെയ്തു തരും, ബാക്കി നീ ചെയ്താൽ മതി. എടാ, വെയിൻ എടുക്കണതിന് മുമ്പ് തൊലി എടുക്കണ്ടേ? നീ എന്തോ പറയുന്നേ? കൊഞ്ച് ഞാൻ ആകെപ്പാടെ ഞാൻ കഴിക്കുന്ന 2 ഇതായിരുന്നു, കൊഞ്ചും കണവയും. അപ്പോൾ ഈ സാധനം എനിക്ക് ചെയ്യാൻ അറിയാം. പിന്നെ എല്ലാവരും വിചാരിക്കും എനിക്ക് അഹങ്കാരമാണ് കൈ ഈ സാധനം ഇട്ടേക്കുന്നത്. ഞാൻ നെയിൽസ് ചെയ്ത് വെച്ചേക്കുന്നത് അത് നശിക്കാതിരിക്കാൻ വേണ്ടി ഇട്ടേക്കുന്നത്. അഹങ്കാരം കൊണ്ടൊന്നുമല്ല. അല്ലെങ്കിൽ ഞാൻ ഇത്രയും പൈസ കൊടുത്ത് ചെയ്ത നെയിൽസൊക്കെ നശിച്ചു പോകും. എനിക്ക് തൊടുന്നതിന് കുഴപ്പമൊന്നുമില്ല. കുറച്ച് എടുത്ത് കേട്ടെ. എടാ, നീ സമാധാനപ്പെടും. ഇത് കണ്ട, ഇതാണ് തീട്ടം. വേണോ? കുറച്ച് എടുക്കട്ടെ. എന്തോ ഇത് നെർവ്സോ? വല്യമ്മ എന്നോട് പറഞ്ഞ തീട്ട ഉടന്ന് വീർത്ത് കുളിച്ചു കേട്ടോ. ഇവിടെ ഫാനൊന്നുമില്ല. പിന്നെ ആവോ? ഞാൻ എല്ലാം ഇത് കവറിലിട്ട് വെച്ച് തരാം. മറ്റേ വലിയ മീനൊന്നും എന്നെ നിനക്ക് ഞാൻ മീൻ വെട്ടി ഓർമ്മയുണ്ട്.
പകുതി ഇവിടെ മീൻ വെട്ടി അറിയാൻ വല്യമ്മ എങ്ങനെയാണ് ഇവിടെ മീൻ വെട്ടിയതേ എന്നെ ഒന്നും പഠിപ്പിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് പഠിക്കുമെന്ന് പറ വല്യമ്മ. എനിക്കൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. ഞാൻ വെട്ടി ആ മീനിന് ഒരു 1/4 ഭാഗം ബാക്കിയുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഞാൻ വെട്ടിക്കളഞ്ഞു. അങ്ങനെ ഈ തൊലിയെല്ലാം ഇളക്കി കൊഞ്ച് തല വെച്ച് വേണം ചെയ്യാനെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ച് ബാഗ്സിലിട്ട് വെക്കണം. ഞാൻ കഴിഞ്ഞ 20 മിനിറ്റ് ഈ പൂച്ചകളായിട്ട് യുദ്ധമായിരുന്നു. അവരൊരു കാരണവശാലും പോകത്തില്ല. എനിക്ക് ഡോർ അടയ്ക്കാൻ വേണ്ടി കൈയും അഴുക്കായിരുന്നു. ഈ പൂച്ചകളാണെങ്കിൽ ഈ ഡോർ വഴി കയറുകയും ചെയ്യും. അപ്പോൾ ഞാൻ വിയർത്ത് കുളിച്ച് ഇനി ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വേട്ടെ ഇതൊന്ന് ബാഗിലാക്കിയിട്ട്. പൂച്ച ഒരു കാരണവശാലും പോലെ ഒരു മാന്തണേന് മുമ്പേ ഡോറൊക്കെ അടയ്ക്കട്ടെ ഞാൻ. ഇല്ല 2 എടുക്കണം വല്യമ്മ. പൂച്ച ഇങ്ങോട്ട് വന്നേനിപ്പോൾ വല്ലാത്തൊരു യുദ്ധമായിപ്പോയി. ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് മസാല പുരട്ടി ഞാൻ വെക്കാൻ പോവാണ്. അപ്പോഴേക്കും ലിയാനൊക്കെ കഴിക്കാൻ പറ്റും. നമ്മളിപ്പോൾ അവനെ എരിവ് കൊടുത്ത് തുടങ്ങി. പക്ഷേ ഒരുപാട് മസാല ഇടുന്നില്ല. നമുക്കും നല്ലതല്ല. ഈ ഹെമറോയിഡ്സൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് നേരെ കഴുകട്ടെ. എന്ത് മീനാണ് നീ ഇത് ചെയ്യുന്നത്? എന്ത് മീനാണ് ചെയ്യുന്നത്? വേളാവ്. ലാഭത്തിന് കിട്ടിയോ നഷ്ടത്തിന് കിട്ടിയോ? രാവിലെ പോയി നമ്മൾ രാവിലെ എണീച്ചപ്പോൾ കാര്യമായല്ലേ. പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാൽ പൈസ എടുക്കാതെ ഫോൺ പേയും കൊണ്ട് പോയി മീൻ മേടിക്കാൻ. എന്നിട്ട് എന്തായി? ഞാൻ അവിടെ ഒരു പോസ്റ്റോ അങ്ങനെ എന്തോ പോലീസ് നമ്പർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ 2000 രൂപ തന്ന പോലീസിനോടാ? സൂപ്പർ. എന്നിട്ട് എന്നിട്ട് എന്ത് പറഞ്ഞു? മാസം ഇനി ലോണൊക്കെ അടച്ചപ്പോഴെല്ലാം ഓട്ടോക്കാരെടുത്ത് വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓട്ടോക്കാർക്ക് 500 കൊടുത്തിട്ട് ഒരു 3000 രൂപ മേടിച്ചു. രണ്ടും മേടിച്ചത്. അടുത്ത പ്രാവശ്യം മീൻ മേടിക്കാൻ പോകുമ്പോൾ പൈസ മേടിച്ചുകൊണ്ട് വേണം, പൈസ എടുത്തുകൊണ്ട് വേണം പോവാൻ. ATM കാർഡ് എൻ്റെ കയ്യിലായിപ്പോയി. അന്ന് എനിക്ക് ഫോൺ പേ ഒന്നും ഇല്ലായിരുന്നു. ആ ATM കാർഡ് നീ എൻ്റെ ആ വാളറ്റിൽ തിരിച്ച് വെച്ചു കേട്ടോ. ലൈറ്റ് വേണ്ടേടാ? വലിയ ആ ലൈറ്റിൻ്റെ സ്വിച്ച് നിന്നിട്ട് തരോ? ആ കത്തി കത്തി കത്തി. ഞാൻ ഡോർ അടച്ച് ചെയ്താൽ മതിയായിരുന്നു. ഞാനും പൂച്ചയും ഭയങ്കര യുദ്ധമായിപ്പോയി ഇവിടെ. ഞാൻ ഓടിക്കാതെ തിരിച്ചു വരും. എൻ്റെ മാന്തോന്ന് എനിക്ക് പേടിയായിരുന്നു. എല്ലാം പേയുള്ള സാധനമാണെങ്കിലേ ഒരു പേടിയില്ല പൂച്ചയ്ക്ക്. പോന്ന് പറഞ്ഞിട്ടേ അവിടെ അങ്ങ് ഇരിക്കുക. ഞാൻ വെട്ടിത്തരട്ടെ? എനിക്ക് സത്യം പറയാല്ലേ, എന്നെ ഈ അമ്മൂമ്മയും അപ്പൂപ്പൻ കിച്ചന് കയറ്റിയിട്ടില്ല. അതാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. എന്നെ കിച്ചൻ്റെ പരിസരത്ത് കയറ്റത്തില്ലായിരുന്നു. അങ്ങനെ ചെയ്ത് ഞാൻ ക്യാൻഡേ പോയതിനാണ് ശരിക്കും പറഞ്ഞാൽ അരി പോലും വെക്കാൻ പഠിച്ചത്. അത് യോജി പഠിപ്പിച്ചു തന്നുകൊണ്ട്. അല്ലെങ്കിൽ എനിക്ക് അതും ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. കിച്ചന് കയറാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഈ മീനൊക്കെ കാണുമ്പോൾ പണ്ട് ഇവിടെ മീൻ കയറല്ലേ, മീനാണ്, അഴുക്കാണ്, അകത്ത് അഴുക്കാണെന്നൊക്കെ പറയുമ്പോൾ എനിക്കും പിന്നെ ഞാനും എന്നൊക്കെ ആയിപ്പോയി. അപ്പം ഞാൻ ചെറുതായിട്ട് സ്പോയിൽഡ് ആയിരുന്നോ എന്ന് ചോദിച്ചാണ്. ക്യാനഡ പോയതുകൊണ്ട് മാത്രമാണ് ഞാൻ കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് ആയത്, കുക്കിങ്ങൊക്കെ പഠിച്ചത്. ഞാൻ കുളിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടും ഇവിടെ മസാല ഒക്കെ പേട്ടിയിട്ട് പോകും. കാരണം അല്ലെങ്കിൽ എല്ലാം യോജിച്ച് ചെയ്യണ്ടേ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മീൻ്റെ അകത്തുള്ള സാധനമൊക്കെ വെളിയെടുക്കുന്നുണ്ട്. എനിക്ക് കണ്ടാൽ അപ്പോൾ പ്രശ്നമാണ്. യു വാണ്ട് ടു സീ? ഹേ കം, ഐ വിൽ ഷോ യു. പപ്പാസ് കട്ടിങ് ദ ഫിഷ്. ഇവന് പേടിയില്ല കേട്ടോ. ഇവൻ എന്നെ പോലെ അല്ല. പുറത്തിറങ്ങാതെ അമ്മ അടിക്കും. ഞാൻ പൊക്കി കാണിച്ചു തരാം. Look at what Papa's doing. Look over there. No, over there. Look over there. No, look over there. You see, he's cutting the fish. No, see, look how big it is. So cool, hey? When you get bigger, you should go to the sea and get me fish like this, and we will cook and eat it. No, you get it. പോടാ, നീ പോയി എടുത്താൽ മതി, വേണമെങ്കിൽ തിന്നാ മതി. ഗിരിജ വല്യമ്മ രാവിലെ എങ്ങനെയാണ് അപ്പം ചുട്ടതെന്ന് എനിക്കറിയത്തില്ല. ഈസ്റ്റോ വേറെ എന്തായിരുന്നു, സോഡാപ്പൊടി ഒന്നും ഇല്ലായിരുന്നു. നമ്മളെങ്ങനെയാണ് ഈ അപ്പം ഉണ്ടാക്കിയത്?
ചോറ്, ആ കുറച്ച് ഒരു ഒരു അര ഒരു ഗ്ലാസ് അരിക്കെങ്കിൽ ഒരു തവി ചോറ്, കുറച്ച് സോഡാപ്പൊടി നമുക്ക് ഇല്ലായിരുന്നു, ഈസ്റ്റും ഇല്ലായിരുന്നു. ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ ഇടാം, ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ടാ. പിന്നെ അരയ്ക്കുന്ന സമയത്ത് ശകല ലേശം ഉപ്പ്, ഒരു സ്പൂൺ പഞ്ചസാര. ഓ അടിപൊളിയായിരുന്നു കേട്ടോ, പറഞ്ഞ പോട്ടെ. ഞാൻ കടയിൽ നിന്ന് മേടിച്ച് മാവ് കലക്കി അതൊന്നും കൊള്ളില്ലായിരുന്നു. ഇത് അടിപൊളിയായിരുന്നു. പിന്നെ അതാ ഇന്നലെ രാത്രി നമുക്ക് അച്ചാർ ഇട്ട് തന്ന്. പുള്ളിക്കാരത്തെ നാളെ വരെ ഉള്ളൂ, അതിൻ്റെ ഒരു സങ്കടമാണ് നമുക്ക് എല്ലാവർക്കും. സോ ഇനി മോൻ്റെ ഇതിന് ഞാൻ അരപ്പ് വെട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഇനി ഞാൻ കുളിക്കാൻ പോകും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പരിപാടിയൊന്നുമില്ല. എന്നെ കുളിക്കാൻ പോയ ഞാൻ ഇവളെ എടുത്തുകൊണ്ട് തിരിച്ച് താഴെ വരേണ്ടി വന്നു. കാരണം പുള്ളിക്കാരത്തി പാൽ കുടിക്കാൻ വേണ്ടി എണീച്ചിട്ടുണ്ട്. ഇങ്ങനെ കണിക്കണോ അതുകൊണ്ട് ഇനി ഇവളെയും കുളിപ്പിക്കണം. കാരണം ഞാൻ അഴുക്ക് ഡ്രസ്സായി ഇരുന്നപ്പോൾ അവളെ എടുക്കേണ്ടി വന്നു. അവളെ വെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. അവൾക്ക് ഡ്രസ്സ് വിട്ടിട്ടില്ലായിരുന്നു. ഓ ടുണ്ണി പെണ്ണാണോ വാ നമുക്ക് പോയി. എന്തായാലും ഇത്രയായി. അപ്പം ഞാൻ എനിക്കൊരു മീൻ വറുക്കാൻ കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ പോയി കുളിക്കാം. അവളിപ്പോൾ നിന്നും കാമായിട്ടുണ്ട്. എന്തായിട്ടുണ്ട് ഇവിടെ? കഴിഞ്ഞാ പരിപാടി കഴിഞ്ഞല്ലേ? വീർത്ത് കുളിച്ചല്ലേ? ഞാനാണെങ്കിൽ ഇവിടെ ഞാൻ അടുത്തത് കൊഞ്ചും വറുക്കുക. ഞാൻ ഇന്നലെ മസാല പുരട്ടി വെച്ച നെത്തോലി ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ ബാക്കിയുണ്ട്. ഇതും കൂടെ കഴിഞ്ഞാൽ കുക്കിംഗ് പരിപാടി കഴിഞ്ഞ് ഞാൻ പിന്നെ വേറെ ഒരു കുക്കിംഗ് ചെയ്യില്ല. ഞാൻ നേരത്തെ തൊട്ട് പറയാം ഒന്നും ചെയ്യില്ല എന്ന്. പക്ഷെ എനിക്ക് കാണുമ്പോൾ വിഷമമാവും, അതുകൊണ്ട് ഞാൻ ചെയ്യും. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ ഞാൻ കൊച്ചിനെ കൊണ്ട് കുളിക്കാൻ കയറും. അപ്പോൾ ലിയാൻ കുറച്ച് നേരമായിട്ട് സ്ക്രീൻ ടൈം ഉണ്ട്. അപ്പോൾ അതെടുത്ത് എന്തായാലും മാറ്റിയിട്ട് അവളും കൊണ്ട് ഗെയിംസ് കളിപ്പിക്കണം. അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ ചെവറിലൊക്കെ നേരത്തെ അവൻ എടുത്ത് വരച്ചായിരുന്നു. സോ ഇത്രയും പെട്ടെന്ന് ഈ പരിപാടി കഴിഞ്ഞാൽ അവനെ കൊണ്ട് കളിപ്പിക്കാൻ പോകണം. അവൻ വെളിയിൽ കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബക്കറ്റും കാര്യങ്ങളും മേടിച്ച് വെച്ചേക്കുക. അതും കൂടെ നമുക്ക് ചെയ്യിപ്പിക്കാം. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഒന്നും പറയുന്നില്ല. ഇതാണ് നമ്മുടെ പ്ലേറ്റിന് അരച്ച ഫുഡ്. അമ്മൂമ്മ ഫുഡ് എങ്ങനെയുണ്ട്? വളരെ നല്ല ഫുഡ് ആണോ? ഇഷ്ടപ്പെട്ടാ? ലിയ എന്താ നമ്മൾ കഴിച്ചിട്ട് അതാ ഫുഡ് ഐ മേക്കിംഗ്. കാലത്തെ പോയി മീൻ ഒപ്പിച്ച് കൊണ്ടുവന്നു. വെളുപ്പാങ്കാലം പോയി മീൻ കൊണ്ടുവന്നാണ്. Yeah, here your food is right here. I'm putting all the vegetable for you. Wait. തുണിയൊക്കെ ഒന്ന് വിരിക്കണം. 2 എണ്ണം താഴേക്ക് വേണം. അങ്ങനെ ഇത്ര തുണി ഇവിടെ വിരിച്ചു. മൊത്തം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇതാണ്. നമ്മൾ ഒരു 4-5 ഡ്രാഗൺ ഫ്രൂട്ട് എടുത്ത് ഇത് ചെതലല്ലോ വേര് മൊത്തം ഇതിലേക്ക് വന്ന് തുടങ്ങി. അങ്ങനെ നമ്മൾ കുറച്ച് കട്ട് ചെയ്തിട്ടേക്കും. ഇവിടുത്തെ ഉണങ്ങിയിട്ട് വേണം എടുത്ത് വെളിയിലേക്ക് ഇടാൻ. സോ ഇത്രയും തുണി നമ്മൾ വിരിച്ചിട്ടിട്ടുണ്ട്. ഇനിയുണ്ട് ഈ സൈഡിലേക്ക്.
experiment you did, Lian? I put ice on fire. Ice on fire? And smoke came in the whole city. And we had to stay home. Sure. Tomorrow you're going to school. Yay! And guess what you're wearing? Uniform. യൂണിഫോം. അങ്ങനെ അവസാനം ലിയന്റെ യൂണിഫോം കിട്ടി. വെളിയിലൊക്കെ പോയി കറങ്ങി എന്തൊക്കെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തിട്ട് വന്ന. അങ്ങനെ യോജി റെഡി ആവുകയാണ്. കുറച്ച് ആവശ്യങ്ങളായിട്ട് യോജിയുടെ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്. 2-3 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ ഞാനും പിള്ളേരും രണ്ടുപേരും കാണാനായിരിക്കും വീട്ടിൽ. സോ യോജി അതിൻ്റെതായ പ്രിപ്പറേഷനിലാണ്. ഞാനും പിള്ളേരെന്താ ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. അവൻ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് ചെയ്യാൻ. മോൾ അവിടെ വന്ന് കിടപ്പുണ്ട്. പിന്നെ ഞാൻ ദിവസം മൊത്തം നടന്നുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ മുറ്റത്തും കൂടെ ഇറങ്ങി നടക്കുന്നില്ല. അപ്പോൾ ഇന്നലെ രാത്രി ഫിഷിങ്ങിന് പോയിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. എൻ്റെ കണ്ണിൽ ഡാർക്ക് സർക്കിൾസ് കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന്. ഇന്നൊരു 7-8 മണിക്കകത്ത് ഉറങ്ങണം, എന്നാലും ശരിയാകത്തുള്ളൂ. സോ ഞാൻ അതുകൊണ്ട് കുറേ നേരം ഇടയ്ക്ക് യോജി 1.5 മണിക്കൂർ ഉറങ്ങിയായിരുന്നു. ഞാൻ പോയി കിടന്നപ്പോൾ ഈ ലൈറ്റ് മൊത്തം കണ്ണി അടിക്കുന്നത് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. സോ ഇന്ന് രാത്രി നേരത്തെ എന്തായാലും ഉറങ്ങിയേ പറ്റുള്ളൂ. അങ്ങനെ ഇതാ മുറ്റത്ത് ഞാൻ നിൽക്കുവാണ്. അങ്ങനെ ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ തളർന്ന്. പിന്നെ ഈ DJI ക്യാമറ എവിടെയെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു രാത്രി ആയപ്പോഴേക്കും. പിന്നെ ഇത് ചാർജ് ചെയ്താണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാത്രി ഞാൻ പുട്ടും മാങ്ങയും പഴവും ഒക്കെ ഇട്ട് കുഴച്ച് തിന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മുട്ട ഒരെണ്ണം പൊടിച്ചു. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു പ്രോട്ടീനുമായി ഫൈബറുമായി ഞാൻ മാക്സിമം ഹൈ പ്രോട്ടീൻ മീലാണ് കഴിക്കുന്നത്. പറ്റാത്തപ്പോൾ ഫൈബർ മീൽ ആണ് കഴിക്കുന്നത്. സോ ഇന്നലെ വീഡിയോ എടുത്ത് തീർക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ തീർക്കുവാണ്. ഇതിപ്പോൾ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ വീക്കെൻഡ്സിൽ സൺഡേ ജോലിയിൽ ആളില്ല. അപ്പോൾ ആ ദിവസം നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നോക്കുന്നത്. പിന്നെ യോജി കുക്ക് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ബാക്കി ഞാൻ അതാണ് കുക്ക് ചെയ്യാത്തത്. കാരണം ഞാൻ കുക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ കുക്കിംഗ് പ്ലസ് വീട്ടിലെല്ലാ കാര്യം ഞാൻ നോക്കണം. ഈ കുക്ക് ചെയ്യാതെ ഇപ്പോൾ അത്രയും വർക്ക് എനിക്ക് കുറയും, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുക്ക് ചെയ്യാത്തത്. അങ്ങനെ കുക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതത്രയും ടയറിങ് ആവും. അതിൻ്റെ കൂടെ ഈ വീട്ടിലെല്ലാ കാര്യം കൂടി ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പണിയായി പോകും. സോ ഇന്നലെ പക്ഷേ അത്രയും ദൂരം രാവിലെ എണീച്ച് പോയിട്ട് ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര മോശമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ യോജി മോനെ അങ്ങനെ ഹെൽപ്പ് ചെയ്തത്. പിന്നെ നമ്മൾ ഇപ്പോൾ മൺഡേ തൊട്ട് വേറൊരു ജോലിക്ക് ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അവർ വരുമ്പോഴത്തേക്കും എനിക്ക് വർക്ക് കുറവാണ്. ഇന്ന് പോലും നമ്മൾ അമ്മൂമ്മയ്ക്ക് വേണ്ടി ബാങ്കിലേക്ക് ഞാൻ വന്നേക്കുക. അപ്പോൾ ഡെപ്പോസിറ്റ് എന്തോ പുതുക്കണമെന്ന് അങ്ങനത്തൊക്കെ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. സോ അതിനു വേണ്ടി വന്നേക്കുക. അപ്പം ഞാനും മോളും കാറിൽ വെയിറ്റ് ചെയ്യുക. അമ്മൂമ്മേനെ ഒന്ന് കയറ്റി വിട്ട്. കാരണം ഇവളെ ഓൾറെഡി ഞാൻ ഇപ്പോൾ വേറൊരു ബാങ്കിൽ കയറ്റി ഇറക്കിയപ്പോൾ തന്നെ ഞാൻ തളർന്നു. ഞാൻ ഈ കാർ സീറ്റർ മൊത്തം കയറ്റി ഇറക്കണം. സോ ഞാൻ വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ അകത്ത് എല്ലാവരും നോക്കുന്നുണ്ട്, അമ്മൂമ്മനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ വലിയ കുഴപ്പമില്ല. പിന്നെ ഇന്ന് കുറച്ച് കാര്യങ്ങൾക്ക് പോകണം. പിന്നെ നമ്മൾ അവിടെ മാർജിൻ ഫ്രീ അമ്മൂമ്മയ്ക്ക് താറാമുട്ടയാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ഈ ഡൈജഷൻ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതും കൂടെ മേടിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോകും. ഇന്ന് വലിയ പരിപാടിയൊന്നുമില്ല. 1-2 സ്റ്റോപ്സ് ഉണ്ട്. അപ്പോൾ വീട്ടിൽ ഗിരിജ വലിയ ഉള്ളപ്പോഴാണ് നമുക്കിങ്ങനെ വെളിയിൽ ഇറങ്ങാൻ പറ്റുന്നത്. അപ്പോൾ സമയത്ത് എത്തണം. ലിയൻ്റെ ബസ് വരും മുമ്പേ നമുക്ക് വീട്ടിൽ എത്തണം. അതാണ് കാര്യം. സോ ഇതാണ് എൻ്റെ കൺക്ലൂഷൻ. പിന്നെ വേറൊരു കാര്യം, ഞാൻ വീട്ടിലിട്ടേക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി കംഫി ആയിട്ട് ഞാൻ ജിമ്മിലൊക്കെ ഇടുന്ന, അത് മാത്രമല്ല ക്യാൻഡയിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന ഡ്രസ്സാണ്. ഇനി ക്യാൻഡയിൽ ഡ്രസ്സിങ് ഇവിടെ ആയെന്ന് പറഞ്ഞിട്ട് ആരും കുറ്റം പറയാൻ വരികയാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയും പണി ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ജീൻസ് ഉടുപ്പിട്ട് എന്തായാലും പണി ചെയ്യാൻ പറ്റത്തില്ല. സോ എനിക്ക് കംഫർട്ടബിളായിട്ട്, അത് മാത്രമല്ല ഫീഡിങ്ങിന് എളുപ്പമുള്ള ഡ്രസ്സുമാണത്. സോ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയൊക്കെ ഞാൻ ചെയ്യുന്നത് കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ്. പിന്നെ വൈകിട്ട് ഞാൻ ലിയാനും കുറച്ച് നേരം അവിടെ മുറ്റത്ത് ഓടുകയും നടക്കുകയൊക്കെ ചെയ്തൊരു എക്സസൈസായിട്ട് അങ്ങനെ പെട്ടെന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റും. അപ്പോൾ ഇന്നലെ ഉറങ്ങി എണീച്ചുകൊണ്ട് ആ ഡാർക്ക് സർക്കിളൊക്കെ ഇച്ചിരി ഒരു കുറവുണ്ട്. സോ ഇത്രേ പറയാനുള്ള വ്ളോഗിൽ. അപ്പോൾ ഇറ്റ് വാസ് എ ലിറ്ററലി ബിസി ഡേ യെസ്റ്റർഡേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വ്ളോഗിലേക്ക് കാണാം. ബൈ.